മക്കളുടെ വിവാഹത്തിനും പഠന ആവശ്യങ്ങൾക്കുമായി മാറ്റിവെച്ച കാശും ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ലഭിച്ച തുകയും ഉൾപ്പെടെ സമ്പാദ്യം മുഴുവനും ബാങ്കിൽ നിക്ഷേപിച്ച നിരവധി പേരാണിപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ വലയുകയാണ് പലരും. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇതെന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കാൻ വേണ്ടി ഈ പ്രസിഡന്റ് അടുത്തേക്ക് പോയി. അപ്പോൾ പറഞ്ഞത് തരയുടെ കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ ഇന്നലെ അയാൾ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു. 49 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആയുഷ്കാലത്തെ സമ്പാദ്യം. ഇപ്പം ഞാനും വൈഫുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ ഇങ്ങനെ കരുതി കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും? ഇതൊരു സഹകരണ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കരുവന്നൂർ പോലെയോ കണ്ടളയോ പോലെ അപ്പുറം നടന്ന ക്രമക്കേടുകളിലൂടെ നടന്നിട്ടുണ്ട്. ബഹളം വയ്ക്കുന്നവർക്ക് 1000, 2000, 5000 രൂപയൊക്കെ കൊടുക്കും, 2 3 പേർക്ക്. ഇന്നലെ ഞാൻ പോയപ്പോൾ 2 പേർക്ക് പൈസ കൊടുത്തു. അത് എത്രയാണ്? 5000 രൂപ. കഴിഞ്ഞ 6 മാസമായി ഈ ബാങ്കിൽ നിക്ഷേപകർക്ക് നിക്ഷേപം തിരികെ നൽകുന്നില്ല. നിക്ഷേപം തിരികെ ചോദിക്കുമ്പോൾ അത്രയും പറയുന്നത് തരാം എന്നുള്ള മറുപടി അല്ലാതെ നിക്ഷേപകർക്ക് 1 രൂപ പോലും മടക്കി നൽകുവാൻ ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല. ഇവിടെ ബാങ്കിൽ ലോണായി കൊടുത്തിട്ടുള്ള കാശുകളെല്ലാം അവരുടെ വേണ്ടപ്പെട്ടവർക്കും അവരുടെ ഇഷ്ടപ്പെട്ട പാർട്ടിക്കാർക്കും മാത്രമാണ് ലോണുകൾ അധികവും നൽകിയിട്ടുള്ളത്. നിക്ഷേപകരായിട്ടുള്ള പല അമ്മമാരുടെയും മക്കളുടെ വിവാഹങ്ങൾ വരെ മുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് കാശ് കിട്ടാതായി. പലവരുടെയും വിദ്യാഭ്യാസം പാതി വഴിയിലായി. ഭിന്നശേഷിക്കാർ പോലും ഈ ബാങ്കിന് മുന്നിൽ വന്ന് നിലവിളിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ ഭാവിക്കുള്ള അവിടെ റിട്ടയർമെൻറ്റ് കാലത്ത് കിട്ടുന്ന തുക മുഴുവനും കൊണ്ടുവന്ന് ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അവരുടെ ചികിത്സാ ചെലവ്, കുടുംബത്തിൽ പിന്നെ വേണ്ടി വരുന്ന ചിലവുകൾക്കൊക്കെ ഇതിൽ നിന്ന് എടുക്കാമെന്ന് കരുതിയാണ് നിക്ഷേപിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ അവർക്ക് ചികിത്സയ്ക്ക് പോലുള്ള പൈസ പോലും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. നിക്ഷേപത്തിൽ വെട്ടിപ്പ് നടത്തിയത് കൂടാതെ തന്നെ പണം ലോണെടുത്ത് തിരിച്ചടച്ചവരുടെ പൈസ റെക്കോർഡിൽ കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്നത് ഇത് ഒരു കൂട്ടായ വെട്ടിപ്പിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണെന്ന്.